ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബൈക്ക് 3D ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, പക്ഷേ നമ്മളിന്ന് കുറച്ച് ചീറ്റ് കോഡ്സും അങ്ങനെ ഓരോ കാറും ഒക്കെ പരിചയപ്പെടുത്തി തരാൻ കരുതി. അടുത്ത വീഡിയോ നമ്മൾ മാഡ് ഔട്ടിൻ്റെ ഇടാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 2K ലൈക്ക് തരണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ മാഡ് ഔട്ടിൽ നമുക്ക് അടുത്ത എന്താ വെച്ചാൽ കാട്ടാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് ഇതാണ്, അടുത്ത വീഡിയോ മാഡ് ഔട്ടാവും. ഇപ്പം തന്നെ ഓർമ്മിച്ച് വയ്ക്കുക. എന്തായാലും 2K ടാർഗറ്റ് ലൈക്ക് കേട്ടോ അടിക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് പോണത് പറഞ്ഞാൽ ആദ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കണം, എന്നാലേ അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പലവർക്കും അറിയാത്തൊരു കാര്യവും ഇതിൽ മറ്റേ മഞ്ഞ എയ്റോപ്ലെയിന് ഓടിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ വലിയ പ്ലെയിൻ ഓടിക്കണത് ചിലവർക്ക് അറിയില്ലായിരിക്കും. എന്തായാലും ആ ഒരു ഇത് ഓട്ടാൻ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇയാളെ കൊല്ലാം. നമുക്ക് ആദ്യം സ്നൈപ്പർ എടുത്ത് ഇയാളെ തലമുണ്ടാക്കി വെക്കാം. യെസ്, സ്കിൽഡ് ഗൈസ്. അങ്ങനെ ഓൻ ചത്തു. ഇനി നമ്മൾ പോണത് പറഞ്ഞാൽ വേറെ ഇങ്ങോട്ടല്ല, നമ്മളിങ്ങനെ കറങ്ങുക. ഇനി നിങ്ങൾക്ക് ഒരു അതിശയമായ കാര്യം വെച്ചാൽ പുതിയ അപ്ഡേറ്റാണ് ഇന്ത്യൻ ബൈക്കിലെ. നമ്മളുടെ സാധാരണ ഓട്ടാറുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഒരു മഞ്ഞ എയറോപ്ലെയിൻ ചെറുത്, പക്ഷേ ഇതല്ല ഗൈസ്. ഇതിപ്പോൾ നമുക്ക് വലിയ എയറോപ്ലെയിനും ഓട്ടാം. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോണത്. കാണിച്ചു തരാൻ ആദ്യം നമ്മൾ എയർപോർട്ടിൽ തന്നെ പോകണം. എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ഈ എയറോപ്ലെയിൻ എടുക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബിലേക്കും ചെയ്യാത്തതാണെങ്കിൽ അത് ആദ്യം ചെയ്തോളിയും. പിന്നെ മറക്കാൻ നിൽക്കരുത്. ഇതാണ് നമ്മുടെ യെല്ലോ എയറോപ്ലെയിൻ. ഇത് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ എടുക്കാൻ പോകുന്ന എയർപ്ലെയിൻ ഇതാണ് ഗൈസ്. ഇതെടുത്താൽ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ അതിൻ്റെ ചില്ലൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് പോയി നോക്കാം, എന്നാൽ അതിൻ്റെ ഡോർ സീക്രട്ട് ഇതൊരു വരും. ഇപ്പോൾ പലവരും ഓരോ വീഡിയോസൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ കയറാൻ പറ്റുന്നത്, പക്ഷേ അതൊക്കെ ഫേക്കാണ് ഗൈസ്. ഇത് റിയലായിട്ട് വന്ന ഒരു ഇതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ ഈ എയറോപ്ലെയിൻ ഇത് പറ്റുന്നില്ല ഗൈസ്, കയറാൻ പറ്റുന്നില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് മൂഞ്ചു, എന്തൊരു ഡൗട്ടില്ലാതില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ് കയറാൻ പറ്റുന്നില്ല, കയറാൻ പറ്റില്ല ഗൈസ്. സാധാ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ മൂഞ്ചലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നമ്മുടെ ഇഷ്ടപ്പെട്ട കാറാണ് മസ്റ്റാങ്. നമുക്ക് ആദ്യം അത് വിളിക്കാം. അതിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞാൽ 8123. സോ 8123 അങ്ങനെ അടിച്ചാൽ മതി. നമ്മുടെ മസ്റ്റാങ് ഇവിടെ കിട്ടും ഗൈസ്. നമുക്കൊന്ന് കോസ്റ്റ്യൂം ചെയ്യാം. ആദ്യം നമ്മളുടെ കളർ ഇപ്പോൾ പുതിയ അപ്ഡേഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഉണ്ടാവും. അടിപൊളിയല്ല മച്ചാന്മാരെ. ഞങ്ങൾക്കിങ്ങനെ ഈ തിളങ്ങണ കളറൊക്കെ ആക്കാം. ഇനി ഇതിൻ്റെ ലുക്ക് ഞാൻ ഫുൾ കാണിച്ചു തരാം. ലുക്ക് അടിപൊളിയാണ് ഗൈസ്. കണ്ട നമ്മുടെ മലബാറി പറഞ്ഞാൽ വണ്ടീൻ്റെ അതേ ഫീലൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും കണ്ടോ അടിപൊളിയായിട്ട് ഇത് ഓട്ടാനും സിമ്പിളാണ്. നമ്മളുടെ സെറ്റിങ്സ് കണ്ടാൽ മനസ്സിലാവും. സ്റ്റെയറിങ് എടുത്താൽ ഒരു സുഖം ഉണ്ടാവില്ല, മറ്റേ ജോയ്സ്റ്റിക്ക് എടുത്താലും സുഖം ഉണ്ടാവില്ല. എനിക്ക് ഇത് എടുത്താലേ സുഖമുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഇതാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ 2 സീറ്റേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ ആണ്. പിന്നെ നമ്മുടെ മാഡ് ഔട്ടിൽ നമ്മൾ പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ കാറ്റൊക്കെ അഴിച്ചിടാം. ചിലവർക്ക് അറിയായിരിക്കും, പക്ഷെ ഞാൻ എന്നാലും പരിചയപ്പെടുത്തി തരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആകാശത്തു കൂടി ജെറ്റ് പോണത് കാണണം. നമുക്കതായാലും ട്രൈ ചെയ്ത് നോക്കാം. പോവോന്നറിയില്ല, അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് ഗൈസ്. അല്ല ഗൈസ്, ക്ഷമിക്കണം, അതൊരു കോള് വന്നായിരുന്നു. എൻ്റെ ഒരു അകന്ന ഒരു ബന്ധുവിൻ്റെ കോളാണ്. അതാ ഗൈസ് ജെറ്റ് കണ്ടില്ല ഗൈസ്, കണ്ട ഗൈസ് ജെറ്റ്. ഇതാണ് നമ്മളുടെ ആ ഒരു ജെറ്റ് പറഞ്ഞാൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ ചീറ്റ് കോഡ് പിന്നെ പരിചയപ്പെടുത്താമെന്നൊക്കെ കരുതുന്നുണ്ടെന്നാലും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര വീഡിയോ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എത്ര പേർക്ക് ഈ ഒരു വണ്ടി ഇഷ്ടമുണ്ട് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടമുള്ള വണ്ടി അതും കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.